നമ്മുടെ പയറിലയിലും തണ്ടിലുമൊക്കെ ആയിട്ട് കറുത്ത പൊടി പോലെ എന്തോ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു തരം ജീവിയാണെന്ന്. ഈ ജീവി സാധാരണ അറിയപ്പെടുന്നത് മുഞ്ഞ എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ ഇത് പയർപ്പേനാണ്. കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കേട്ടോ ഈ കീടബാധ. ഇപ്പം നമ്മുടെ കൃഷിത്തോട്ടത്തിലും പയറുകളിൽ അവിടെവിടെയായിട്ട് ഈ പയർപ്പേനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പയർപ്പേൻ കൂട്ടം കൂടിയിരുന്ന് പയർ ചെടികളിലെ നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിവേഗം ഇവ പെറ്റുപെരുകും. ഇവയുടെ ശല്യം അധികമായാൽ പിന്നെ പയറിൻ്റെ പൂക്കളെല്ലാം വാടി കൊഴിഞ്ഞു വീഴുകയും ഉണ്ടാകുന്ന പയറുകളെല്ലാം കേടുവന്ന് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതിന് പ്രാഥമിക ശുശ്രൂഷ എന്ന രീതിയിൽ ഇപ്പോൾ തളിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടി ചേർത്ത മിശ്രിതമാണ്. ഇത് നല്ല സ്ട്രോങ്ങിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പയർപ്പേനൊക്കെ തെറിച്ച് വീഴുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് ഇത്തിരി സമയമെടുത്താലും ഇവ വീണ്ടും പയർ ചെടിയിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും ഉറുമ്പുകളാണ് ഇവയെ ഒരു തണ്ടിൽ നിന്ന് മറ്റു തണ്ടുകളിലേക്ക് എത്തിക്കുന്നത്. ഇവയെ നിയന്ത്രിക്കാൻ ദോഷരഹിതമായ മറ്റു ചില മാർഗങ്ങളും ഉണ്ട്. കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചു കൊടുക്കുക. അതായത് 1 ലിറ്റർ കഞ്ഞിവെള്ളം നേർപ്പിച്ച് 3 ലിറ്ററാക്കി മാറ്റിയിട്ട് അത് തളിച്ചു കൊടുക്കുന്നത് ഈ മുഞ്ഞയെ ഒരു പരിധി വരെ തടയാനായിട്ട് നമുക്ക് പറ്റും. തളിച്ച കഞ്ഞിവെള്ളം ഉണങ്ങിക്കഴിയുമ്പോൾ അവയുടെ പാട തട്ടി മാറ്റി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ രാവിലെ തന്നെ ഈ പയർ ചെടികളിലെല്ലാം ചാരം തൂക്കി കൊടുക്കുന്നതും ഒരു പരിധി വരെ ഈ പയർപ്പേനെ തടയാനായിട്ട് നമ്മളെ സഹായിക്കും. പയർ ചെടികളിൽ പുളിയുറുമ്പുകളെ കയറ്റിവിട്ടും ഒരു പരിധി വരെ മുഞ്ഞകളെ നമുക്ക് തടയാൻ പറ്റും. വെള്ളം നല്ല ശക്തിയായി സ്പ്രേ ചെയ്യുന്നത് വഴി ഇവ തെറിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. എന്നാലും ഇവ പറ്റിപ്പിടിച്ച് കയറും കേട്ടോ. ഈ പറഞ്ഞതൊക്കെയും ഇവിടെയും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്താകുമെന്നറിയില്ല. റിസൾട്ട് എന്തു തന്നെയായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം പയർപ്പേനുകൾ അത്രയധികം പെരുകിയിട്ടുണ്ട്. ഒരുപാട് തവണ വിളവെടുത്തെങ്കിലും ഈ ഒരു അവസ്ഥ പയറിന് വന്നപ്പോൾ എല്ലാവർക്കും വല്ലാത്ത വിഷമം തന്നെയായി.